എന്നാലും സായിപ്പേ ആ ക്ഷുദ്രത്തിന്റെ ഒരു ശക്തി. മണ്ണാൻ കെട്ടി പോളാടുന്നു. എല്ലാ സായിപ്പേ ക്ഷുദ്രം കഴിഞ്ഞോടുകൂടി നല്ലാച്ചിന് ഒന്നാം തരം ഭ്രാന്തായി. ഇടാ അതൊക്കെ മനസ്സിന്റെ ഒരു തോന്നലാണ്. അങ്ങനെ തോന്നിയ ഉടുതുണില്ല നടക്കൂ. അവനാകെ ഭയന്നുപോയി, അതാണ് കാരണം. വെറും സൈക്കോളജിക്കൽ. എന്താണ് സൈക്കോളജിക്കൽ? ഓ ഓ അതാണ്. മനസ്സിലായില്ലേ? ഓ സൈക്കിള് ചവിട്ടിട്ടാണല്ലേ. പെയിന്റ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇവിടെ കട്ടും ചുവപ്പിലുള്ള ഗ്രീന് മതി. പിന്നെ ഇവിടെ വെള്ളം വേണ്ട, വൈറ്റ്. ഇത് നല്ല പെയിന്റ്, മുന്തി പെയിന്റ്. സായിപ്പേ സായിപ്പേ എന്താണ്? ഇവിടെ ഒന്നുമില്ല. അപ്പോ ഓ വലിച്ചടി. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല അവന്മാര് കരിപ്പെട്ടി തരുമെന്ന്. ഇതിനുള്ള ഫൈനാൻസ് അറേഞ്ച് ചെയ്യണം. ശരി, ബാങ്ക് ഞാൻ പറഞ്ഞേക്കാം. നമസ്കാരം. ഞങ്ങൾ ചോദിച്ചിട്ട് ആരും കരിപ്പെട്ടി തരുന്നില്ല. സായിപ്പ് നേരിട്ട് ചോദിച്ചാൽ കിട്ടുമെന്നാണ് തോന്നുന്നത്. അതായിരിക്കും നല്ലത്. എന്തായാലും സായിപ്പിന്റെ മുമ്പിൽ അവന്മാരെല്ലാം മറക്കും. ഞങ്ങൾ ചോദിക്കുമ്പോൾ അവന്മാർ അടിക്കാൻ വരില്ല. ശരി, ഞാൻ തന്നെ ചോദിക്കാം. ആദ്യ ചെല്ലയിൽ കണ്ടൊന്ന് വശത്താക്കും. അവനെ കിട്ടിയാൽ മുത്തൻ ശൂന്നാവും. അവന് കുറച്ച് രൂപ കൊടുത്താലും അതൊരു നഷ്ടമാവില്ല. അല്ലാതെ മറ്റു മാർഗമൊന്നുമില്ലെന്നാ എനിക്ക് തോന്നുന്നത്. വീടും പറമ്പും പണയപ്പെടുത്തിയാണ് ഞങ്ങൾ കച്ചവടം തുടങ്ങിയത്. അത് നിർത്താനൊക്കൂല. മുടക്കിയ പണത്തിന്റെ ഇരട്ടി ഉണ്ടെന്നേക്കാം. എന്നാലോ അപ്പൊ കച്ചവടത്തിൽ നീക്കി കിട്ടിക്കൊണ്ടിരുന്ന ലാഭമോ? അതിന്റെ ഇരട്ടി കാശിരുന്ന്. ആ കാശ് കൊടുത്ത് നീ ഒരു എരുമേനെയോ പശുവിനെയോ വാങ്ങിച്ചു വിട്. വേണമെങ്കിൽ മാസാമാസം ലാഭത്തിൽ ഒരു പങ്ക് തരാം. എന്നാലോ? മനസ്സില്ല. ചെല്ലയ്യ, സൂക്ഷിച്ച് കളിക്കണം. സ്നേഹിച്ചാൽ സായിപ്പ് എന്ത് വേണമെങ്കിലും തരും. അതല്ലേ നളിനാവേഷം തുണിയില്ലാതെ നടക്കുന്നത്. എടാ നിന്നെ ഞാൻ അലറാതെ സായിപ്പേ. ആദ്യം പോയി മദാമ്മയുടെ കാമഭ്രാന്ത് മാറ്റി. അല്ലാതെ ആ പാവപ്പെട്ട മുത്തരെ കൊല്ലാൻ നടക്കണ്ട. വാ സായിപ്പേ, ഇവരോടൊന്നും സംസാരിക്കാൻ കൊള്ളൂല. അമ്മേ, അമ്മോ, ഞാൻ പോട്ടെ. വാവിന് പൂജ നടത്താന്നല്ലേ പറഞ്ഞത്? അതിനെന്താ? അതിന് നീ പോണോ? അവര് പോയാ പോരെ? പൂജയ്ക്കുള്ള സാധനമൊക്കെ ഞാൻ കൊണ്ടുവരണേ. അമ്മ കോഴിയെ മാത്രം. അത് ഞാൻ വാങ്ങിച്ചോളാം. ഞാൻ പോട്ടെ. നമസ്കാരം. ആരാ? പരിചയം ഉണ്ടാവില്ല. ഇതാണ് വടക്കനാശൻ, പണം പലിശ കൊടുക്കുന്ന. എന്താ ഇവിടെ ഇപ്പൊ കരിപ്പെട്ടി കച്ചവടമൊക്കെ ഇല്ലാതെ വലിയ വിഷമത്തിലാണെന്ന് കേട്ടു. അതുകൊണ്ട് ഇപ്പൊ എന്ത് വേണം? പണത്തിന് മുട്ടി കാണുമെന്നറിയാം. വേണമെങ്കിൽ 25,000-ഓ 50,000-ഓ ഞാൻ തരാം. ന്യായമായ പലിശ തന്നാൽ മതി. ക്ഷണികളാണ്.
എന്നെയല്ല വടക്കനാശാൻ തന്നെയാ. ബ്ലാക്ക് ഫൂൾ. മനസ്സിലായില്ലേ? രക്തമില്ലാത്ത മടയാ എന്നർത്ഥം. നീ ഇറങ്ങണ വഴി എന്നർത്ഥം. സാഹിബ് ക്ഷമിക്കണം, ഇവനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. മൈ ഗോഡ്. ആശാനെ അവസാനം പറഞ്ഞതേ ഇംഗ്ലീഷിൽ വലിയ ചീറ്റിയാ. അതിന്റെ അർത്ഥം മനസ്സിലായി. ആശാൻ ഇവിടെ നിന്ന് കഴിഞ്ഞു. അതുകൊണ്ട് വേഗം ഓടിക്കോ. മര്യാദയില്ലാത്ത വർഗം ഇവരൊക്കെ തല്ലുകൊണ്ടായിരിക്കണമാണ്. ഈ തല്ലു കൊടുക്കാന്നൊക്കെ പറയുന്നതേ ആളുകൾ ചെയ്യേണ്ട പണിയാണ്, നിങ്ങളല്ല. സിന്ധി, സ്വന്തം ഭാര്യ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചവൻ തടി പോലെ നടക്കുന്നു. എന്നിട്ടാണ് ആ പാവപ്പെട്ട കിഴവനെ തല്ലാൻ നടക്കുന്നത്. സിന്ധി, ചുമ്മാ ഇരിക്കണം മിസ്റ്റർ. മുത്തനെ വെറുതെ വിട്ടതുകൊണ്ട് സായിപ്പ് ഒരു കിഴങ്ങനാണെന്നാ നാട്ടുകാരെല്ലാരും. അറിയാം. ആകെ ധൈര്യം ഉണ്ടായിരുന്ന നല്ലാക്ഷനായിരുന്നു. അവനാണെങ്കിൽ ഭ്രാന്തും വന്നു. എന്റെ ദൈവമേ, ഇനി ഞാൻ എന്ത് ചെയ്യും? ചാകണം. ഈ മനുഷ്യനോട് സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് അതാണ്. ഞാൻ എന്ത് ചെയ്യണം? അവരെ കൊല്ലണം. ആദ്യം നിങ്ങൾ ഒരാളാണെന്ന് തെളിയിക്കും. എങ്ങനെയെങ്കിലും മുത്തനെ പിടിച്ച് കുറച്ചു കാലം ജയിലിലിട്ടാൽ മതി. പിന്നെ നമുക്ക് പഴയതുപോലെ കരിപ്പെട്ടി കച്ചവടം തുടങ്ങാം. ശരിയാണ്, പക്ഷേ എന്തോന്ന് പക്ഷേ? കാശ് കൊടുത്താൽ മതി. ചോണയുള്ള ആളുകൾ വേണ്ടതുപോലെ ചെയ്യും. ഇവിടെ വെച്ചൊന്നും ചെയ്യാൻ പാടില്ല. ടൗണിൽ കരിപ്പെട്ടി വിൽക്കാൻ പോകുമ്പോൾ അവിടെ വെച്ച് ശരിയാക്കാം. ഇന്ന് രാത്രി അവൻ ടൗണിൽ പോകുന്നുണ്ട്. ഇന്ന് രാത്രി ജീവിതം മുഴുവൻ എനിക്ക് ആസ്വദിക്കും. സ്വന്തം തടവുമുറിയുടെ താക്കോൽ സിന്ധിയുടെ കയ്യിലാണ്. സിന്ധി വിചാരിച്ചാൽ നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടാം. Okay, good night. Right.
സമയം എന്തായി? മണി 2. നല്ല വാച്ച്. ഇത് ഞാൻ എടുത്തോട്ടെ? അല്ല, പ്രയാസം ഉണ്ടെങ്കിൽ വേണ്ടേ? ഇല്ല, പാലേന്ന് എടുത്തോളൂ. ഇതിന് ഒരു സ്വർണ്ണ ചെയിനായിരുന്നു വേണ്ടത്. എന്ത് ചെയ്യാൻ കാശില്ലല്ലോ. സാറില്ല, സാഹിബിനോട് പറഞ്ഞു തരും. അല്ലെങ്കിൽ മകളോട് പറയാം. വേണ്ട. പിന്നെ സാറ് തരുമോ? തരാം. ഇപ്പൊ വേണ്ട, നാളെ തന്നാലും മതി. നാളെ കാലത്ത് ഞാൻ ഓഫീസിൽ വരാം. ഓക്കെ? ആ, പിന്നൊരു കാര്യം, ചിലപ്പോ ഞാൻ ആർക്കെങ്കിലും വിറ്റെന്ന് വരും. എനിക്ക് കാശിന്റെ സ്വല്പം ആവശ്യമുണ്ട്. ഓക്കെ? ഓക്കെ.